നാടൻ പാട്ട് എൻ്റെ അമ്മ ഒരു പൊതുപ്രവർത്തകയായിരുന്നു. അപ്പോൾ കേരള ദളിത് പാന്തേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയിൽ അമ്മ പ്രവർത്തിക്കുമ്പോൾ ഞാൻ അമ്മയുടെ കൂടെ മീറ്റിങ്ങുകൾക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകൾ പഴയ കാലത്തെക്കുറിച്ചും പഴയ അപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാട്ടുകളൊക്കെ പാടുമ്പം നമുക്കൊരു അട്രാക്ഷൻ തോന്നുമല്ലോ. അങ്ങനെയാണ് നാടൻ പാട്ടുകളോടൊരു ഇഷ്ടം തോന്നുന്നത്. പിന്നെ അവർ പഠിപ്പിച്ചു തന്ന പാട്ടുകൾ പാടാൻ തുടങ്ങി. അതേപോലെ എന്തെങ്കിലും പൊതുവേദിയിൽ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സമയത്ത് ആള് കൂടാനൊക്കെ ഒരു 2 പാട്ട് പാടാൻ പറയുമ്പം നമ്മൾ ടൗണിലൊക്കെ നിന്ന് പാട്ട് പാടും. അപ്പോൾ കുറച്ച് ആളുകൾ കൂടും. അതിനുശേഷം ഇവരുടെ മീറ്റിങ്ങുകൾ നടത്തും, ഇവർക്ക് പ്രസംഗം കാര്യങ്ങളൊക്കെ നടത്തും. അങ്ങനെയായിരുന്നു നാടൻപാട്ടിൻ്റെ ഒരു തുടക്കകാലം എന്ന് പറയുന്നത്. അങ്ങനെയാണ്. പിന്നീട് 10ാം ക്ലാസ് ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ നാടൻപാട്ടിന് വയനാട്ടിലെ എന്നല്ല കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന കലാകാരനാണ് മാത്യൂസ് ഏട്ടൻ വൈത്തിരി, എന്റെ സുഹൃത്തും കൂടെയാണ്. അപ്പം മാത്യൂസ് ഏട്ടൻ്റെ കൂടെയാണ് ഞാൻ ആദ്യത്തെ വേദി, എനിക്ക് തോന്നുന്നു വയനാട് കളക്ടറേറ്റിൽ വെച്ചിട്ട് യൂണിയൻ്റെ ഒരു പ്രോഗ്രാമിന് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് പാടുന്നത്, നാടൻ പാട്ട് പാടുന്നത്. അങ്ങനെയാണ് സ്റ്റേജിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു. അതിനുശേഷം തുടി എന്ന് പറയുന്ന റിസർച്ച് സെൻ്ററാണ്, പിന്നെ ഇവിടെ എച്ച് അവിടെ ഒരു 4 വർഷത്തോളം അവരുടെ കൂടെ ഉണ്ടായിരുന്നു പാട്ടുകൾ പാടാൻ. അങ്ങനെ പിന്നെ പല പല കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിലെല്ലാം ഞാൻ പാട്ട് പാടാൻ, നാടൻ പാട്ടിന് വേണ്ടിയിട്ട് പാടാൻ പോയിട്ടുണ്ട്. ഒരു 2-2.5 മണിക്കൂർ നമ്മളിങ്ങനെ പൊട്ടിപ്പാടുക. അതിനൊന്നും പ്രതിഫലം ഒന്നും നമ്മൾ വിചാരിക്കുന്നില്ല. അങ്ങനെ ഇതിനോട് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പാഷനാണ് നാടൻ പാട്ട്. പിന്നീട് ഈ എഴുത്തൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ ചിന്തിക്കാറുണ്ട്, നാടൻ പാട്ട് എന്ന് പറയുന്നത് നല്ലൊരു മാധ്യമമാണ്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് എന്തോ ആയിക്കോട്ടെ, വേദനയായിക്കോട്ടെ, നമ്മുടെ പ്രതിഷേധങ്ങളായിക്കോട്ടെ, എന്തു തന്നെയാണെങ്കിലും മറ്റുള്ളവരോട് സംവദിക്കാനുള്ള നല്ല മാധ്യമമാണ് നാടൻ പാട്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള, എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഒരാളോട് പറയുന്നതും നമുക്ക് സമൂഹത്തിനോട് പൊതുവായിട്ട് പറയാനായിട്ട് ഒരു മാധ്യമമാണ് നാടൻ പാട്ടിനെ ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നാടൻ പാട്ടിലൂടെ എഴുതി അതിനെ ഒരു സമാഹാരമാക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്നാണ് അതിന് ഞാൻ പേരിട്ടിരിക്കുന്നത്.